നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സന്ധ്യാസമയമാണ് ഇപ്പോൾ. സഹസ്രനാമ തത്തുല്യം രാമനാമപരായണി, അതായത് കരിസന്ധാനോപനിഷത്തായിട്ടുള്ള ഈ ഹരേ രാമ എന്നുള്ള ഈ ഒരു ജപം 3 പ്രാവശ്യം ജപിച്ചാൽ ഒരു സഹസ്രനാമം ജപിച്ചതിന് തുല്യമായി എന്നാണ് പറയുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുറേ സമയമൊന്നും നാമം ജപിക്കാൻ പറ്റി എന്ന് വരില്ല. സഹസ്രനാമമൊക്കെ ആണെങ്കിൽ ശ്രദ്ധയോട് കൂടിയിട്ട് ജപിച്ചാലേ കാര്യമുള്ളൂ. ഈ സഹസ്രനാമം ജപിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വർത്തമാനം പറയാനോ ഒന്നും പാടില്ല. അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് നാമം ജപിക്കുക, എന്നാലേ അനുഗ്രഹം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഉരുവെങ്കിലും ഹരേ രാമ ശ്രദ്ധയോടുകൂടി നമുക്ക് ജപിക്കാൻ സാധിക്കണം. സന്ധ്യാസമയം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. സന്ധ്യയ്ക്ക് ഉണ്ണരുത്, ഉറങ്ങരുത് എന്നൊക്കെയാണ് പറയുക. അതായത് സന്ധ്യയ്ക്ക് ഉറങ്ങിയാൽ ആയുസ് കുറയും എന്നൊക്കെ പഴമക്കാർ പറയും. അതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യരുത് എന്നാണ് പറയുക. അപ്പോൾ നമ്മളും നമ്മളുടെ കുട്ടികളും ഒക്കെ സന്ധ്യാസമയത്ത് എന്ത് വേണം? നിലവിളക്ക് വെച്ച് കാൽ കഴുകി ഭസ്മമൊക്കെ തൊട്ട് നാമം ജപിക്കുക. എന്നാൽ നമ്മളുടെ കുടുംബത്തിനുണ്ടാകുന്ന ഐശ്വര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്തേ.